അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 1. ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കുമായി എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴെല്ലാം എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യ ദിവസം മുതൽ ഇന്നുവരെയും സുവിശേഷത്തിൽ നിങ്ങൾക്കുള്ള പങ്കാളിത്തം നിമിത്തം എന്റെ സകല പ്രാർത്ഥനകളിലും ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാൾ വരെ അത് തുടരുമെന്നും പൂർത്തിയാക്കുമെന്നും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിനു വേണ്ടിയുള്ള പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും എന്നോടൊപ്പം ദൈവകൃപയിൽ പങ്കാളികളായ നിങ്ങളെയെല്ലാം ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകയാൽ നിങ്ങളെ എല്ലാവരെ പറ്റിയും അങ്ങനെ ചിന്തിക്കുന്നത് യുക്തമാണല്ലോ. ക്രിസ്തുയേശുവിന്റെ വാത്സല്യത്തോടെ ഞാൻ നിങ്ങളെയെല്ലാം കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം തന്നെ സാക്ഷി. നിങ്ങളുടെ സ്നേഹം സകല ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ അധികമധികം വർദ്ധിച്ചു വരട്ടെ. അങ്ങനെ നിങ്ങൾ ഉത്തമകാര്യം സ്വീകരിക്കുന്നവരായി ക്രിസ്തുവിന്റെ നാളിൽ വിശുദ്ധരും നിഷ്കളങ്കരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശുക്രിസ്തുവിനാലുള്ള നീതിഫലങ്ങൾ നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സഹോദരരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി തീർന്നുവെന്നു നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചങ്ങല ധരിക്കുന്നത് ക്രിസ്തു നിമിത്തമാണെന്ന് എല്ലാ അകമ്പടി പട്ടാളത്തിന്റെയും മറ്റുള്ളവരുടെയും ഇടയിൽ വ്യക്തമായി തീർന്നിരിക്കുന്നു. എന്റെ ബന്ധന നിമിത്തം സഹോദരർ മിക്കവരും കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവവചനം ഭയം കൂടാതെ തന്റെ ഇടത്തോടെ സംസാരിക്കുവാൻ തുനിഞ്ഞിരിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും മത്സരവും നിമിത്തവും മറ്റുള്ളവർ സന്മനസ്സോടെയും പ്രസംഗിക്കുന്നു എന്നത് വാസ്തവം തന്നെ. രണ്ടാമത്തെ കൂട്ടർ ഞാൻ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായി ഇവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് സ്നേഹത്തിൽ ചെയ്യുന്നു. ആദ്യം പറഞ്ഞവരാകട്ടെ ആത്മാർത്ഥതയോടെ അല്ല, പിന്നെയോ സ്വാർത്ഥ താല്പര്യം മൂലം കാരാഗ്രഹവാസത്തിൽ എനിക്ക് ക്ലേശം വർദ്ധിപ്പിക്കണമെന്ന ചിന്തയോടെ അത് ചെയ്യുന്നു. എന്നാൽ എന്ത്? കാപട്യത്താലാകട്ടെ ആത്മാർത്ഥതയാലാകട്ടെ ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നു എന്നതാണ് മുഖ്യകാര്യം. അതിൽ ഞാൻ സന്തോഷിക്കുന്നു, തുടർന്നും സന്തോഷിക്കും. എന്തുകൊണ്ടെന്നാൽ എനിക്ക് സംഭവിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും എനിക്ക് രക്ഷാകാരണമായി തീരും. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ലെന്നും ജീവിതത്താലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എന്റെ ശരീരത്തിൽ എക്കാലവും എന്ന പോലെ ഇപ്പോഴും മഹത്വപ്പെടുവാൻ ഇടയാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഞാൻ തുടർന്നും ശരീരത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അത് ഫലപ്രദമായ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അതിനാൽ എന്ത് തിരഞ്ഞെടുക്കണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് ഏറെ നല്ലത്. എന്നാൽ ഞാൻ ശരീരത്തിൽ ഇരിക്കേണ്ടത് നിങ്ങൾ നിമിത്തം അധികം ആവശ്യം. ഈ ബോധ്യമുള്ളതിനാൽ ഞാൻ ജീവനോടെ ഇരിക്കുമെന്നും നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ വീണ്ടും നിങ്ങളോടുകൂടെ ജീവിക്കുക മൂലം ക്രിസ്തുയേശുവിലുള്ള നിങ്ങളുടെ സന്തോഷം ഞാൻ നിമിത്തം നിറഞ്ഞു കവിയുവാൻ ഇടയാകും. ഞാൻ അവിടെ വന്ന് നിങ്ങളെ കണ്ടാലും നിങ്ങളിൽ നിന്ന് അകലെയായിരുന്നാലും എതിരാളികൾ മൂലം നിങ്ങൾ ഒന്നിലും ഭയപ്പെടാതെ ഏകാത്മാവിൽ ഉറച്ചുനിന്ന് ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുവെന്ന് ഞാൻ കേൾക്കുവാൻ ഇടയാകേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടക്കുവിൻ. അത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാണ്. അത് ദൈവത്തിൽ നിന്നുള്ളതും അത്രേ. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവിടത്തേക്ക് വേണ്ടി പീഡനം സഹിപ്പാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. എനിക്കുണ്ടായിരുന്നതായി നിങ്ങൾ കണ്ടതും ഇപ്പോഴും കേൾക്കുന്നതുമായ അതേ പോരാട്ടത്തിലൂടെ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ.